ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. ഇന്ന് രണ്ട് മൂന്ന് സിനിമകളുടെ അപ്ഡേറ്റ് പറയാനുണ്ട്. എമ്പുരാനുണ്ട്, അതുപോലെ നമ്മുടെ നിവിൻ പോളി. പുള്ളിക്കാരന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സാധനം. കുറെ ആയിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഏറ്റവും പുതിയ വന്നിട്ടുള്ള സിനിമയുടെ ഒരു പോസ്റ്റർ അടക്കം വന്നിട്ടുണ്ട് പുതിയത്. അത് വന്നതുകൊണ്ട് അതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് വിചാരിച്ചത്. അതില് ആദ്യം തന്നെ ഇന്ന് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ ഇതാണ്. കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് റിയാക്ട് ചെയ്യാത്തതെന്ന്. ആക്ച്വലി ഇത് ഒഫീഷ്യൽ പോസ്റ്റർ അല്ല, ഇതൊരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ആണ് വന്നിട്ടുള്ളത്. മൾട്ടിവേഴ്സ് മന്മഥൻ എന്നാണ് ഇതിന്റെ പേര്. ആൻഡ് പുള്ളിന്റെ ലുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രക്ഷയില്ല. ഈ ചെയ്ത വർക്ക് അടിപൊളിയാണ്. ഇത് ഹോളിവുഡ് സിനിമയിൽ എടുത്തിട്ട് അതിൽ ഫേസ് ഒക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കിടിലൻ സാധനം. പക്ഷെ പുള്ളിന്റെ ഓരോ ഫോട്ടോസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. എന്തൊരു വലിയ കംബാക്ക് ആണ്. എത്ര കിടിലൻ സിനിമകളാണ് വരാനുള്ളത്. 3-4 സിനിമകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, പേരിട്ടിട്ടില്ലാത്തതും അല്ലാതെ പല കോമ്പിനേഷനിൽ വരാനിരിക്കുന്ന സിനിമകൾ. ബേസിലുമായിട്ടൊരു പടം ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അതൊക്കെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ട് നിവിൻ പോളി വന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബോക്സ് ഓഫീസിൽ തോഴ തിരികെ നീ വാടാന്ന് പറഞ്ഞ പോലെ പുള്ളി വന്നു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് തീർന്നു. അമ്മാതിരി ഹിറ്റ് തരാൻ കഴിയുന്ന ഫാമിലി ഓഡിയൻസിനെ, യൂത്തന്മാരെ ഒക്കെ ഒരുപോലെ തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നടനാണ് നിവിൻ പോളി. അത്ര കിടിലൻ എന്റർടൈനർ ആണ്. സോ ഈ ഒരു സൂപ്പർ ഹീറോ മൂവി ആയിട്ട് വരുന്നത് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ തരുന്ന സംഭവം തന്നെയാണ്. അതൊരു ഡൗട്ടും ഇല്ല. എന്തായാലും ഈ വർക്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതിന്റെ ഇനി ടീസർ, ട്രെയിലർ, മറ്റ് ഗ്ലിംസുകൾ, അടുത്ത ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും മൾട്ടിവേഴ്സ് മന്മഥൻ ഒരു കിടിലൻ സൂപ്പർ ഹീറോ മൂവി ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് പുള്ളിന്റെ തടി കുറഞ്ഞിട്ടുള്ള ഒരു ഇഫേർട്ട്, തടി കൂടിയാലും കുറയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കംബാക്ക് ഉണ്ടല്ലോ, ആ ഒരു അയാളുടെ ഒരു രൂപത്തിൽ നിന്നും ഈ രൂപത്തിലേക്കുള്ള ഒരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അടുത്തത് രജപുത്ര ഫിലിംസിന്റെ മറ്റേ ഫിലിം തുടരും. അയ്യോ, ഇന്നലെ ഒരു ഗ്ലിംസിന്റെ ഒരു പ്രൊമോ തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് തരാം. എന്ത് രസാണെന്നറിയോ. എന്തൊരു ചേലാണ്, നെഞ്ചിലെ നീരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. ഓ, എന്താ രസ പാട്ടില് നോക്കി. കണ്ണാടിപ്പൂവേ, കണ്ണാടിപ്പൂവേ. ആ വീട്ടിൽ ലാലേട്ടന്റെ പോഷനെ ഭയങ്കര എന്ത് രസമുള്ള സോങ് ആണ്. എനിക്ക് അത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ് 21 ആ പാട്ട് വരാൻ വേണ്ടിയിട്ട്. തുടരും ഒരു ഗംഭീര സിനിമ ആവട്ടെ എന്ന് വളരെ 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 ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇത് വന്നിട്ടുള്ള ഗ്ലിംസും മറ്റ് പോസ്റ്റേഴ്സും ഇതിന്റെ എല്ലാം ഒന്നിനൊന്ന് കിഡിലൻ സാധനമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷ ഉണ്ട് ആ സിനിമ. അത് ഡൗൺ ആയി കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അത് മാത്രമല്ല, ഈ പാട്ടും ഈ പാട്ടിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. ഇപ്പോ ഈ MG ലാലേട്ടന് പാടാൻ പറഞ്ഞൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ മമ്മൂക്കേന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും പറയും ദാസേട്ടൻ മമ്മൂക്കയ്ക്ക് പാടുന്നു എപ്പോഴും എന്നുള്ളത്. പക്ഷെ ദാസേട്ടൻ എല്ലാവർക്കും പാടിയിട്ടുണ്ട്. എല്ലാ ആളുകൾക്ക് പാടുമ്പോഴും അദ്ദേഹം ആ നടന് വേണ്ടി പാടുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ MGയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതൊരു ഡിഫറെന്റ് കോംബോ തന്നെയാണ്, ഒരു സ്പെഷ്യൽ കോംബോ ആണ്. ലാലേട്ടനാണ് സ്ക്രീനിൽ നിന്ന് പാടണേ നമുക്ക് തോന്നും. അങ്ങനെയാണ് MGയുടെ വോയിസും ലാലേട്ടന്റെ വോയിസും ഇങ്ങനെ എന്താ പറയുക അത്രയും മിക്സ് ചെയ്ത് കിടക്കുന്നത്. ആൻഡ് അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് പാട്ടുണ്ടല്ലോ. അപ്പൊ ലാലേട്ടൻ പാട്ട് പാടുമ്പോ ലിപ്സിംഗ് ഒക്കെ എന്ത് രസാ. മുഖത്ത് വരുന്ന ഭാവങ്ങളും ആനന്ദം ആനന്ദാനന്ദം ആ സാധനമൊക്കെ അയ്യോ ഭയങ്കരാണ്. ഒരു രക്ഷയില്ല. ഇസൈന അബ്ദുലിന്റെയൊക്കെ പാട്ടുകൾ എന്ത് രസമായിട്ടാണ് പാടുന്നത്. ലിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ പക്ക. ആ സമയത്തുള്ള എക്സ്പ്രഷൻസ്, ആംഗ്യങ്ങൾ, മാനറിസം എല്ലാം കൊണ്ടും ലാലേട്ടൻ നിന്ന് ലൈവായിട്ട് പാടുക തോന്നും. അത് പുള്ളീനെ കവച്ചു വെക്കാൻ ഒരു നടൻ വേറെ ഇല്ല, ഒരാളും ഇല്ല. അത് അങ്ങനെ തന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ മറ്റൊരു നടൻ ഇല്ല. അത്ര ഗംഭീരമായിട്ടാണ് പാട്ടിന്റെ കാര്യത്തിൽ ലാലേട്ടൻ. അത് MGന്റെ വരുമ്പോൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു കോംബോ ആണ്. ഞാനും 20 വേണ്ടി കാത്തിരിക്കുന്നത്. ഈ സോങ്ങിന്റെ ഒരു ഫീൽ എന്ത് സുഖമാണ് അത് കേട്ടിരിക്കാൻ. അത് മുഴുവനായിട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട്. അത്ര രസമായിട്ടുള്ള ഒരു പാട്ട്. സോ 21 നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തും. എമ്പുരാൻ
ശമ്പളമടക്കം എമ്പുരാൻ സിനിമയുടെ ബജറ്റ് 140 മുതൽ 150 കോടിക്ക് മുകളിൽ പോകും. പറഞ്ഞിരിക്കുന്നത് ആരാ നോക്കാം. പ്രതിഫലമടക്കം ബജറ്റ് 140, 150 കോടിക്ക് മുകളിൽ പോകും. ഞാൻ എമ്പുരാന്റെ സെറ്റിൽ പോയിട്ടുണ്ട്. പൃഥ്വിരാജ് അപാര സംവിധായകനാണ്, ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ സിനിമ പെർഫെക്റ്റ് ആക്കണം. ഓഫ് കോഴ്സ് എല്ലാവർക്കും അത് വേണ്ടി വരും. അതിന് പിന്തുണയുമായി ആന്റണി പെരുമ്പാവൂർ ഉണ്ടെന്നും പറയുന്നു നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള. പുള്ളിക്കാരാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ അയാൾ പറഞ്ഞതോ എന്നാ ഒറിജിനൽ പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞു നോക്കാം. KGF പോലൊരു വിജയം സ്വപ്നം കണ്ടുള്ള ഞങ്ങളുടെ ശ്രമമാണ് എമ്പുരാൻ. അതിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് സുരേഷ് കുമാറിന് എങ്ങനെ അറിയാം? ഈ സുരേഷ് കുമാർ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100 കോടി ഒരു ഷെയർ നേടിയിട്ടുള്ള ഒരു സിനിമ പോലും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും നമ്മളിവിടെ എടുത്തിരുന്നില്ല. അപ്പൊ അതിന് മറുപടി ആയിട്ട് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് കുറെ ആളുകൾ ചോദിച്ചിരുന്നു. കുറെ ആളുകൾ അത് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇതാണ് സംഭവം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കാം. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്ത എമ്പുരാന്റെ ബജറ്റിനെ സുരേഷ് കുമാർ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എന്തിനാണ്? എന്റെ സിനിമകളുടെ ബജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല. ആ നിലയ്ക്ക് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. വൻ മുടക്കുമുതലിൽ നിർമ്മിക്കപ്പെട്ട KGF പോലൊരു സിനിമ ദേശഭാഷാതിരുകൾക്കപ്പുറം മഹാവിജയം നേടിയതോടെ കന്നഡ ഭാഷാ സിനിമയ്ക്ക് അഖിലേന്ത്യാ തലത്തിൽ കൈവന്ന പ്രാമാണ്യത്തെ പറ്റി നമുക്കെല്ലാം അറിയാം. അത്തരത്തിലൊരു വിജയം ഇന്നേ വരെ ഒരു മലയാള ചിത്രത്തിനും സാധ്യമായിട്ടില്ല. അത്തരത്തിലൊരു ബഹുഭാഷാ വിജയം സ്വപ്നം കണ്ടുകൊണ്ടുള്ള ആശീർവാദിന്റെ പരിശ്രമമാണ് എമ്പുരാൻ എന്നാണ് ഈ ആന്റണി ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞുള്ളിൽ പേടിയുണ്ട്. എന്നാലും ആ ലക്ഷ്യം ഭയങ്കരമാണ്. അതൊന്നും ആരും വലിയ ഹൈപ്പായിട്ട് ദയവേത് കാണരുത് എന്നും കൂടെ പറയുന്നു. കാരണം ആ സിനിമ ഗംഭീര സിനിമയായിരിക്കും. ഈ ഹൈപ്പ് കൊണ്ട് അതിനെ ബാധിക്കരുത്. ഇത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ 2 വർഷമായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണ് ഇതിന്റെ സംവിധായകൻ അടക്കമുള്ള പിന്നണി പ്രവർത്തകർ. ലാൽ സാറിനെ പോലൊരു മഹാനടനും ഇക്കാലം അത്രയും അതുമായി സഹകരിച്ചു പോരുന്നുണ്ട്. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്താണ് ഒരു വലിയ സംഘം അതിന് പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ടൊപ്പ് കഴിയും. നമ്മുടെ ഭാഷയിൽ നിന്ന് ബഹുഭാഷാ വിജയം കൈയാളുന്ന വൻ ക്യാൻവാസിലുള്ള ഒരു ചിത്രമാക്കി ഇതിനെ മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇതെല്ലാം. അത്തരം ഒരു സംരംഭത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അകമഴിഞ്ഞ് പിന്തുണയ്ക്കേണ്ടതിന് പകരം അതിന്റെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നു എന്നത് വളരെ നിരാശയും സങ്കടവും നൽകുന്ന കാര്യമാണ്. എമ്പുരാന്റെ ചെലവ് എത്രയാണെന്ന് അറിഞ്ഞുകൂടാത്ത സുരേഷ് കുമാർ സാറിന് ഇത്ര ആധികാരികമായി അതേ പറ്റിയൊക്കെ എങ്ങനെ പറയാനായി എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. ഓക്കെ, അപ്പോ മലയാള സിനിമ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ചൂണ്ടിക്കാട്ടി സംയുക്ത സിനിമാ സംഘടന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോ KGF പോലെ സിനിമ ഇവർ സ്വപ്നം കാണുന്നുണ്ട്. 100, 140, 150 കോടി ബജറ്റ് വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാർത്തകൾ വരുന്നത്. അതൊക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് 5 ഭാഷകളും വലിയ വിജയമായി മാറട്ടെ. KGF എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡായിട്ട് അവിടെ ഉണ്ട്. അതുമായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത് പ്രൊഡ്യൂസർ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ പേഴ്സണലി കാത്തിരിക്കുന്നത് ലാലേട്ടന്റെ ഒരു അഴിഞ്ഞാട്ടം, ലൂസിഫറിന്റെ ഒരു ബാക്കി. അപ്പൊ അതൊക്കെ മുകളിൽ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ലൂസിഫറിനോളം നിൽക്കുന്ന ഒരു സാധനം കിട്ടിയാൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ലൂസിഫർ തന്നെ എന്ത് ജാതി പടമാണ്. ഒരുപാട് വലിയ വിജയം ഈ സിനിമ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഒരുപാട് വലിയ പ്രതീക്ഷകൾ ഇറക്കി വെക്കുന്നു. കണ്ടറിയാം. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. അതുമായിട്ട് കാണുന്നവരെ.